ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ബംഗാളിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 5 മണിവരെ 89.93% പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് അങ്ങിങ്ങായി അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദോംകോലിൽ CPM തൃണമൂൽ സംഘർഷവും നൌഡയിൽ ബോംബേറും ഉണ്ടായി. ബീർഭൂമിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിഷ്ണു, റെക്കോർഡ് പോളിംഗ് ആണ് ബംഗാളിൽ. 89.93% സൂചിപ്പിക്കുക എന്താണ്? ഒപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമുക്കറിയാം വലിയ സേനാ വിന്യാസമൊക്കെയായിരുന്നു. അതിനിടയിലും വലിയ തോതിലുള്ള സംഘർഷമൊക്കെ പലയിടത്തും ഉണ്ടായി. വിവരങ്ങൾ. പൂജ, SIR പരിഷ്കരണം നടന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് പശ്ചിമ ബംഗാളിലേത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ളത് നേരത്തെ പ്രതീക്ഷിച്ച ഒന്നാണ്. പക്ഷേ ഇത്രത്തോളം ഉയരുന്ന ഒരു സാഹചര്യം, ശരിക്കും പറഞ്ഞാൽ വോട്ടിംഗ് അധികാരികളെ പോലും അമ്പരിപ്പിക്കുന്ന ഒരു മുന്നേറ്റം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 5 മണി വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. അതിന് പ്രകാരം പശ്ചിമ ബംഗാളിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന 152 മണ്ഡലങ്ങളിൽ ആകെ 89.93% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ തന്നെ രഘുനാഥ് ഗഞ്ച് എന്ന് പറയുന്ന മണ്ഡലത്തിൽ മാത്രം 95.64% പോളിംഗ് സംഭവിച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള പശ്ചിമ ബംഗാളിലെ വോട്ടിംഗിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന 83% ആയിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഏകദേശം 90% മുകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 6 മണി വരെയുള്ള കണക്കുകൾ വരുമ്പോൾ ഇത് ഏകദേശം 93% അടുത്ത് വരെ പശ്ചിമ ബംഗാളിൽ ഒന്നാം ഘട്ടത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാലും ആശ്ചര്യപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും 16 ജില്ലകളിലെ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ 7 ജില്ലകളിൽ ഇതിനോടകം തന്നെ 90% പോളിംഗ് പിന്നിട്ടിട്ടുണ്ട്. എന്തായാലും വലിയ, നേരത്തെ പൂജ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ബംഗാളിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വണ്ണം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ സേനാ വിന്യാസങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. പക്ഷേ എന്തായാലും പശ്ചിമ ബംഗാൾ അതിന്റെ പതിവ് പാറ്റേണിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. വിവിധ ഇടങ്ങളിൽ വ്യാപകമായ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അസനോളിൽ BJP MLA കാറിന് നേരെ ആക്രമണം ഉണ്ടായി, കല്ലേറുണ്ടായി. മൂർഷിദാബാദിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ BJPയുമായും അതോടൊപ്പം തന്നെ ആം ജനത ഉന്നയൻ പാർട്ടിയുമായും ഏറ്റുമുട്ടലും കല്ലേറും നടത്തി. കുമാർഗഞ്ചിൽ BJP ഏജന്റുമാരെയും സ്ഥാനാർത്ഥിയെയും ബൂത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സിലിഗുരിയിൽ CRPF പ്രവർത്തകരും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലൊരു ചെറിയ സംഘർഷം ഉണ്ടായെങ്കിലും പിന്നീട് CRPF ഉദ്യോഗസ്ഥർ അവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കി. ബീർഭൂമിലേക്ക് വരികയാണെങ്കിൽ ബീർഭൂമിൽ CRPF ഉദ്യോഗസ്ഥന് കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുകൂടാതെ നൌഡയിൽ ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ അക്രമ സംഭവമായിരുന്നു ബോംബേർ നടന്നത്. തൃണമൂൽ കോൺഗ്രസും BJP പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ആ ബോംബേറിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്നാം ഘട്ട പോളിംഗ് ഇപ്പോൾ സമയം 6 മണി പിന്നിട്ടിരിക്കുന്നു. പോളിംഗ് അവസാനിച്ചു, ഔദ്യോഗികമായി അവസാനിച്ചു. പക്ഷേ ചില മണ്ഡലങ്ങളിൽ, ചില ബൂത്തുകളിൽ ഇപ്പോഴും ക്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം അധികൃതർ നൽകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. കാരണം ആദ്യം മുതൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ വോട്ടിംഗ് സമയം നീട്ടണമെന്നൊരു ആവശ്യം പശ്ചിമ ബംഗാളിൽ മുന്നോട്ട് വെച്ചിരുന്നു. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ബംഗാളിൽ 5 മണിവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 89.93% പോളിംഗ് ആണ്. പലയിടങ്ങളിലും സംഘർഷം ഉൾപ്പെടെ ഉണ്ടായി.